Assalamualaikum. Hi friends, welcome back. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യലായ വെള്ളപ്പോള ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മധുര സ്റ്റൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വെള്ളപ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3/4 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇത് ഡബിൾ ചെയ്താൽ മതി. ഈ അരി ഞാൻ നന്നായി വാഷ് ചെയ്തതിന് ശേഷം 5 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. വെള്ളപ്പോള ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് റവ ഒന്ന് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് റവ ചേർത്ത് അതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇത്രയും മതി, കൂടുതൽ കട്ടിയാവണ്ട. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് അരി അരച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ അരി ഈ കുതിർത്തിയ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ചോറ്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 7 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി വെള്ളം ആവശ്യമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് മതി. അതിന് ശേഷം ഇത് നന്നായൊന്ന് അരച്ചെടുക്കുക. അരി അരക്കുമ്പോൾ വെള്ളം ഒട്ടും കൂടി പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ റവ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഇത് കുറേശ്ശായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കട്ട ഒട്ടും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു വിസ്ക് എടുത്തിട്ടുണ്ട്. ഈ വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായി കട്ടയില്ലാതെ നന്നായി മിക്സായി കിട്ടും. ഇങ്ങനെ മുഴുവൻ റവയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും, നന്നായി കലങ്ങി കിട്ടില്ല. അതുകൊണ്ടാണ് കുറേശ്ശെ ചേർക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഈ മാവ് അപ്പത്തിൻ്റെ മാവൊക്കെ കലക്കുന്ന പോലെ അതേ കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കണം കേട്ടോ. വെള്ളം കൂടരുത്, ശ്രദ്ധിക്കുക. ഇപ്പോൾ റവ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കട്ട കെട്ടാതെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 7 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇത് ചുരുങ്ങിയത് 6 മുതൽ 7 മണിക്കൂർ വരെ വേണ്ടി വരും ഇത് പൊങ്ങാൻ. അപ്പോൾ 7 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ശേഷം നമുക്ക് പോള ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പോളക്കുള്ള മാവ് അരച്ച് വെച്ചിട്ട് 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പോള ചുട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു സ്റ്റീമർ എടുത്ത് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇത് നന്നായി തിളച്ച് ആവി വരട്ടെ. ഇപ്പോൾ നന്നായി സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഈ സമയത്ത് ഒരു പാത്രം ഇതിലേക്ക് വെച്ച് അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം മാവൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് 10-12 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴേക്ക് നന്നായി വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഈ തവിക്ക് 4 തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കട്ടിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പോള വെന്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റായ പോളായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് അതിൽ വീണ്ടും ഇതേപോലെ മാവ് ഒഴിച്ചെടുക്കാം. ഇനി ഇതുപോലെ എല്ലാ പോളയും ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പോളയെല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പഴം കൊണ്ടൊരു സ്റ്റൂ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 3 പഴം എടുത്തിട്ടുണ്ട്. 3-4 പഴം എടുത്തതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പഴം നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക കേട്ടോ. 3 തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര കണ്ട് വേണമെന്നെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് 2 നുള്ളി ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വെള്ളപ്പോളയും മധുരസ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തറാവിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സമയത്ത് ഇങ്ങനൊരു വെള്ളപ്പോളയും മധുരസ്റ്റൂവും കൂടി കഴിച്ചാൽ എന്തായിരിക്കും ഒരു സ്വാദ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിങ്ങനെ പൊട്ടിച്ചെടുത്താൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, വളരെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പോളയാണിത്. ഇനി ഞാൻ ഈ ചെറുതുണ്ടാക്കിയത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ വളരെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു കഷ്ണം എടുത്ത് ഇതിൻ്റെ മുകളിലിങ്ങനെ ഇത് പാലൊഴിക്കുക. അതിന് ശേഷം ഇങ്ങനെ കഴിച്ചാൽ ഭയങ്കര സ്വാദാണ്. കണ്ടോ, ഈ പാലും പഴവും
പോളയും കൂടി ചേർത്ത് കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ സ്വാദ് കറക്റ്റായിട്ട് അറിയുക. വലിയ സ്വാദാണ് കേട്ടോ. ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഏകദേശം വട്ടയപ്പത്തിൻ്റെ പോലെ തന്നെയാണ്. മലബാറിൽ ഇതിന് വെള്ളപ്പോള എന്നാണ് പറയുക. ഉഴുന്ന് ചേർത്തും ഇത് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ അവിടെ ചേർത്തിട്ടില്ല. ഫ്രണ്ട്സ്, ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ല റെസിപ്പിയുമായി മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.